വലിയ നോമ്പ് കാലത്തിൻ്റെ ഈ 15-ാം ദിവസവും നന്മയുടെയും സ്നേഹത്തിൻ്റെയും പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന സമാധാനം, ദാനം, ഉപവാസം എന്നീ 3 നോമ്പുകാല തൂണുകളെ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് നീങ്ങാം. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളനുസരിച്ച് അധികാരം എന്നത് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കലല്ല, മറിച്ച് താഴ്മയോടെ അവരെ ശുശ്രൂഷിക്കാനുള്ളതാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നത് അധികരിക്കുക എന്നതിലല്ല, അർപ്പിക്കുക എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരെ കൽപ്പനകൾ വഴി നിയന്ത്രിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവരെ സ്നേഹം വഴി നയിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വലിയവൻ ചെറിയവനെ ശുശ്രൂഷിക്കണം എന്ന വലിയ പാഠം നമുക്ക് ഓരോരുത്തർക്കും നൽകുകയുണ്ടായി. അഹങ്കാരം വെടിഞ്ഞ് വിനയത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ ഈ പുണ്യകാലം, ഈ വലിയ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു, നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കൽപ്പിക്കുന്ന വാക്കുകളേക്കാൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ലോകത്തിന് വെളിച്ചമാകേണ്ടത്. ക്രിസ്തീയ നേതൃത്വം എന്നത് സേവനത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ്. ലോകം അംഗീകാരത്തിന് പിന്നാലെ പരക്കം പായുമ്പോൾ ഒരു കത്തോലിക്ക വ്യക്തി, ഒരു കത്തോലിക്ക വിശ്വാസി എളിയവരിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് മാർഗദർശനം നൽകട്ടെ. തൻ്റെ അധികാരം മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, മറിച്ച് അവരെ ഉയർത്താനാണ് നാം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഇടവകളിലുമൊക്കെ നാം ഒരു കമാൻഡറെ പോലെയല്ല, ഒരു സഹോദരനെ പോലെ, സഹോദരിയെ പോലെ പെരുമാറണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. കൽപ്പനകൾ നൽകുന്ന അധരങ്ങളെക്കാൾ പ്രാർത്ഥനയോടെ കൈപിടിക്കുന്ന കരങ്ങളാണ് പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. ഈ വലിയ നോമ്പ് കാലത്ത് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഉള്ളിലെ സ്വാർത്ഥതയെ ബലി കഴിച്ച് സേവനത്തിൻ്റെ ആനന്ദം നമുക്ക് കണ്ടെത്താം. ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിനായ വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വിനയമുള്ള ഹൃദയങ്ങളിൽ മാത്രമേ പിതാവായ ദൈവത്തിന് വസിക്കാൻ സാധിക്കൂ എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത്തരുണത്തിൽ സേവനം ചെയ്യുന്നവൾ സ്വർഗരാജ്യത്തിന് അർഹരാണ്. പിതാവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.